ചരിത്രപ്രസിദ്ധമായ മെക്സിക്കോ സിറ്റിയിലെ സാൻ കോസ്മേ ദേവാലയത്തിൽ നിന്നും വെങ്കല ശില്പങ്ങളും സ്മരണികാ ഫലകങ്ങളും മോഷ്ടിക്കപ്പെട്ടു. ഇടവക വികാരിയായ ഫാദർ ജോസ് ഡി ജീസസ് അഗിലാർ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചത്. പള്ളിയുടെ മുൻവശത്തെ ഗേറ്റിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ ഏകദേശം 8 ലക്ഷം രൂപ വില വരുന്ന 3 വലിയ വെങ്കല ശില്പങ്ങളും നിരവധി മെറ്റൽ പ്ലേറ്റുകളുമാണ് കവർന്നത്. ക്യാൻസർ ബാധിച്ചു മരിച്ച കുട്ടികളുടെ ഓർമ്മയ്ക്കായി സമർപ്പിച്ചിരുന്ന 2 വലിയ മാലാഖമാരുടെ ശില്പങ്ങളും പ്രശസ്ത സറിയലിസ്റ്റ് കലാകാരികളായ ലിയോനോറ കാരിങ്ടൺ, റെമഡിയോസ് വാരോ എന്നിവരുടെ കലാസൃഷ്ടികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഒരു ശില്പവുമാണ് മോഷ്ടിക്കപ്പെട്ടവയിൽ പ്രധാനപ്പെട്ടവ. ഇവ കൂടാതെ കാണാതായ ആളുകളുടെ കുടുംബാംഗങ്ങൾക്കും മൃഗസംരക്ഷണത്തിനു വേണ്ടിയുള്ള പ്രത്യേക സന്ദേശങ്ങൾ കൊത്തിവെച്ച വെങ്കല ഫലകങ്ങളും മോഷ്ടാക്കൾ കൊണ്ടുപോയി. ഈ ശില്പങ്ങളുടെയും ഫലകങ്ങളുടെയും കലാമൂല്യവും ചരിത്ര പ്രാധാന്യവും കണക്കിലെടുക്കാതെ ആക്രിവിലയ്ക്ക് വെങ്കലം വിൽക്കാൻ വേണ്ടിയാകാം ഈ മോഷണം നടത്തിയതെന്ന് വൈദികൻ ആശങ്ക പ്രകടിപ്പിച്ചു. ഇവയാരും വിലയ്ക്ക് വാങ്ങരുതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പള്ളിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും സംഭവവുമായി ബന്ധപ്പെട്ട് 26 വയസ്സുകാരനായ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂട്ടുപ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്.